പറമ്പിക്കുളം ഉൾപ്പെടെയുള്ള ഗോത്രവർഗ മേഖലയിൽ റേഷൻ ഭക്ഷ്യധാന്യം നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതാണ് ഈ പവലിയൻ. പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്തുള്ള കുരിയാർകുറ്റിയിലെ 86 കുടുംബങ്ങൾക്കും പൂപ്പാറയിലെ 54 കുടുംബങ്ങൾക്കും പദ്ധതി ഗുണം ചെയ്യുന്ന പദ്ധതിയാണിത്. പറമ്പിക്കുളം സെന്ററിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലേക്ക് റേഷൻ വാങ്ങാനായി കുരിയാർകുറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും പൂപ്പാറയിൽ നിന്ന് 15 കിലോമീറ്ററും താണ്ടി വേണം എത്താൻ. സൗജന്യമായി ലഭിക്കുന്ന ഭക്ഷ്യധാന്യം കുരിയാർകുറ്റിയിലെ വീടുകളിലെത്തിക്കാൻ വാഹന വാടക 700 രൂപയും പൂപ്പാറയിലേക്ക് 1200 രൂപയും നൽകണം. ഈ ദുരിതത്തിന് പരിഹാരമായി ആവിഷ്കരിച്ച സഞ്ചരിക്കുന്ന റേഷൻ കടയിലൂടെ ഗോത്രകുടുംബങ്ങൾക്ക് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തും. പൂപ്പാറയിലേക്കും കുരിയാർകുറ്റിയിലേക്കും 2 വാഹനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുള്ളത്. കൃത്യമായ അളവിലും തൂക്കത്തിലും റേഷൻ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരുമുണ്ടാകും. മുൻകൂട്ടി തീയതി അറിയിച്ച ശേഷമാണ് വാഹനം വിതരണത്തിന് പോകുക. നമ്മുടെ സഞ്ചരിക്കുന്ന റേഷൻ കട അട്ടപ്പാടി, മലമ്പുഴ, ചിറ്റൂര് താലൂക്കിലെ പറമ്പിക്കുളം ഈ മേഖലയിൽ ഉള്ള ആദിവാസി ഉന്നതികളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജനവിഭാഗങ്ങളായവർക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട ഫോറസ്റ്റിൻ്റെ സഹായത്തോടുകൂടി അവരുടെ ഉന്നതികളിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്. എല്ലാ മാസവും ഒരു റേഷൻ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിലാണ് ഇത് എത്തിച്ചു കൊടുക്കുന്നത്. ഇത് അവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം സൗജന്യമായി വിതരണം ചെയ്യുന്ന റേഷൻ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് വാടക കൊടുത്തു വേണം പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇത് സഞ്ചരിക്കുന്ന റേഷൻ കടയിലൂടെ അവർക്ക് അവരുടെ ഉന്നതികളിൽ തന്നെ ഈ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ ഈ പദ്ധതിയിലൂടെ നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. പിന്നെ റേഷൻ കടയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിൽ ഇപ്പം 144 റേഷൻ കടകൾ കേസ് സ്റ്റോറുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേസ് സ്റ്റോറിൻ്റെ റേഷൻ കടയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് തന്നെ MSME ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഇതിലൂടെ സാധാരണ വിലയിൽ നിന്നും ചുരുങ്ങിയ വിലയ്ക്ക് കാർഡുടമകൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നു. പറമ്പിക്കുളമാണ് ഞങ്ങളിതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് കുരിയാർകുറ്റി, പൂപ്പാറ എന്നീ കോളനികളിലാണ് നമ്മളിപ്പോൾ ഈ പദ്ധതി. ഇനി മണ്ണാർക്കാട് താലൂക്കിൽ തന്നെ ഒരു 5 ഉന്നതികളിൽ കൂടി നമ്മൾ ഈ അടുത്ത് തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംവിധാനം ദീർഘിപ്പിക്കുന്നതാണ്. UTV ന്യൂസ്, പാലക്കാട്.